ഒരാള് കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിന്റെ ഒരു വരി കുറിച്ചിടാൻ അവർക്ക് മനസ്സ് വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ സമുദായത്തിന് എന്ത് പറ്റി? വഖഫ്, നമ്മുടെ പ്രിയപ്പെട്ട വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ 17 കോടിയുടെയും 20 കോടിയുടെയും ഇടയിലുള്ള ഇന്ത്യൻ മുസൽമാനിൽ നിന്നും മെയിലയക്കാൻ പറഞ്ഞപ്പോ ആകെ മിനിങ്ങാന്ന് അസ്തമിച്ചപ്പോൾ ആകെ ഞങ്ങൾക്ക് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചവർ കേവലം 90 ലക്ഷം പേരാ. എവിടെ പോയി? 16 കോടി 10 ലക്ഷം പേര് എവിടെ പോയി? ഗണേശോത്സവത്തിന്റെ ആ സന്ദർഭത്തിൽ 4 ഭാഗത്തും QR കോഡ് ഒട്ടിച്ചിട്ട് നാനാഭാഗങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകൾ വഖഫ് സ്വത്ത് സെൻട്രൽ ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും ഒരു അമുസ്ലിമിനെ വഖഫ് ബോർഡിൽ വെക്കുകയും ആ വഖഫ് സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തിക്കും തിരക്കിലും എത്രയോ ആളുകൾ മറിഞ്ഞു വീഴുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന ഭീഷണിയുള്ള ഒരു സമുദായത്തിന്റെ 17 കോടിയോളം വരുന്ന ജനങ്ങൾ, 16 കോടി 10 ലക്ഷം ജനങ്ങൾ ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ചെയ്യുന്നു. കേവലം 90 ലക്ഷം ആളുകൾ മാത്രമാണ് മെയിൽ അയച്ചത്. എന്തേ? തന്റെ അരക്കൊപ്പമുള്ള ഉയരത്തിലുള്ള മൊബൈലും തൂക്കിപ്പിടിച്ച് പണ്ടാരോ തെങ്ങ് വെട്ടുകാരൻ തേങ്ങ വെട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ വെട്ടാൻ ഏണിയും ചുമന്ന് കൊണ്ടുപോകും പോലെ തോളത്ത് ചിമാട് വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് മൊബൈൽ ചുമന്നു കൊണ്ടുപോകുന്ന ഭീമാകാരമായ മൊബൈലും കൊണ്ട് നടക്കുന്ന നമുക്ക് 24 മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ ഒരാള് പള്ളിയുടെ ചുമരിൽ ഒട്ടിച്ചിരിക്കുന്ന QR കോഡ് ചെന്ന് സ്കാൻ ചെയ്തിട്ട് എനിക്കിതിനോട് താല്പര്യമില്ല എന്ന് കേവലം പറയേണ്ട സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ഒന്ന് ശക്തമായി ഒരു നയാ പൈസയുടെ ചെലവില്ലാത്ത പണി ചെയ്യാൻ പോലും നമുക്കിന്നും മടിയാ. ആലോചിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വന്നത്, ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം, കോപിക്കേണ്ട സമയത്ത് കോപിക്കാത്തവൻ ഫഹുവ ഹിമാറുൻ എന്ന് പഠിപ്പിച്ചത് മഹാനായ നമ്മുടെ ഇമാമുന സയ്യിദുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണമെന്നല്ല ഈ പറയുന്നത്. ഇങ്ങോട്ട് നമ്മളെ വിമർശിക്കാൻ വരുന്നവർ നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരുടെ ഏതെങ്കിലും കാര്യങ്ങളെ മോശമായ രീതിയിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് വിമർശിക്കാൻ വേണ്ടി വരുന്നവരോട് നമ്മൾ അതേ ഭാഷയിലല്ല തിരിച്ചടിക്കേണ്ടത്. ഫിർഔൻ ഗുരുതരമായ 5 തെറ്റുകൾ ചെയ്തവനാണ്. ആ ഫിർഔൻ 5 തെറ്റുകൾ ചെയ്തു. എന്താ 5 തെറ്റ്? ഞാൻ റബ്ബാന്ന് പറഞ്ഞു, പ്രവാചകനെ കളവാക്കി, ഒരു സമുദായത്തിന്റെ ആൺകുട്ടികൾ അറുകൊല ചെയ്തു, അവിടത്തെ സമുദായത്തെ ശണ്ഡീകരിച്ചു, അവിടെ അക്രമം അഴിച്ചുവിട്ടു. ഈ ഗുരുതരമായ 5 തെറ്റ് ചെയ്ത ഫിർഔന്റെ അടുക്കലേക്ക് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെയും തന്റെ സഹോദരനായ പ്രഭാഷകനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു തആല നിയോഗിക്കുമ്പോൾ അവർ രണ്ടുപേരെയും വിളിച്ച് പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. മര്യാദയ്ക്ക് സംസാരിക്കണം നിങ്ങൾ പോയിട്ട്, നിങ്ങളും മയത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞ സംസ്കാരമാണ് മുസ്ലിം സമുദായത്തിന്റെ സംസ്കാരം. അതുകൊണ്ടാണോ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കൊഞ്ഞനം കുത്തിയിട്ട് നാഴികയ്ക്ക് 40 വട്ടം ആരോഗ്യമുള്ള പലരും തോട്ടിൽ പോയി പണിയെടുക്കുകയോ കുന്താലിയും മൺവെട്ടിയെടുത്ത് പണിയെടുക്കുകയോ ചെയ്യാതെ ഞങ്ങളെ ഉമ്മഹാത്തുൽ മോമിനീങ്ങളെ പറ്റി മോശമായ പദപ്രയോഗങ്ങൾ പറഞ്ഞ് കാണുന്ന ആളുകളുടെ വിവേഴ്സ് അനുസരിച്ച് യൂട്യൂബിന്റെ വരുമാനത്തിൽ നിന്നും നാണം കെട്ട് മലവിസർജനം തിന്നുന്നത് പോലെ അടച്ചിട്ട കണ്ണാടിച്ചിലിനകത്തിരുന്ന് തിന്ന് കൊഴുക്കുന്നവന്മാരോട് അതേ ഭാഷയിൽ പറയാൻ പേടിയോ അതേ ഭാഷയിൽ പറയാൻ മറുപടിയോ ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു സംസ്കാര സമ്പന്നതയുടെ അദബിന്റെയും മര്യാദയുടെയും മദ്രസയിലെ ബാലപാഠമുള്ളത് കൊണ്ടാണ്. ആ ഒരു ബാലപാഠം നമുക്കുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ ആലോചിക്കുമ്പോ ഉറങ്ങുകയാണ്, ഉറക്കം നടിക്കുകയാണ്. നമ്മളതൊന്നും പോവാനില്ലല്ലോ. ആരാ പറഞ്ഞ നമ്മളൊന്നും പോവൂലെന്ന്? ഓരോ സ്റ്റെപ്പ് വെച്ച് വരികയാണ്. ആ സമയത്ത് മതേതര പാർട്ടികളൊക്കെ നമുക്ക് വേണ്ടിയിട്ടെന്നല്ല, രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് പാർലമെന്റിൽ സംസാരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ അവരോടൊപ്പം ഈ കേരളത്തില് ഈ തിരുവനന്തപുരം
ജില്ലയില് കൊടവൂരം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ വീട്ടിനകത്ത് 4Gയും അതുപോലെ 5G ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറിയ മെയിൽ അയച്ചിട്ട് എനിക്കതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറയാനെങ്കിലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് മേത്തന്മാരാ നമ്മൾ? എന്ത് മേത്തന്മാരാ? മേത്തന്മാരെന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഭാഷയാണ്. അന്തുമുൽ അഅലൗൻ, നിങ്ങൾ മേത്തന്മാരാണ്. അന്തുമുൽ അഅലൗൻ, നിങ്ങൾ മേത്തന്മാരാണ്, മേൽത്തരക്കാരാണ്. അന്തുമുൽ അഅലൗൻ, നിങ്ങൾ മേൽത്തരക്കാരാണ്. ഇൻ കുന്തും മുഅ്മിനീൻ, ഈമാൻ ഉണ്ടെങ്കിലേ അത് ഉണ്ടാവുള്ളൂ. ഈമാന്റെ ഭാഗമാണ് ഇതൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പക്ഷേ അപ്പുറത്തുള്ള വീട്ടുകാരെന്തെങ്കിലും നമ്മളോട് മോശമായി കാണിച്ചു എന്ന് കരുതിയിട്ട് അതേ കോലത്തിൽ നമ്മൾ തിരിച്ചടിക്കരുത്. ഒരു വിട്ടുവീഴ്ച, ഒരു ചെറിയ വിട്ടുവീഴ്ചയൊക്കെ നമുക്കാകാം. അങ്ങനെ ആയാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു കഅന്നഹു വലിയുൻ ഹമീദ്, നിങ്ങൾ മിത്രങ്ങളായി മാറുന്നതാ. ഇനി എനിക്ക് 40 മിനിറ്റാണ് അവശേഷിക്കുന്നത്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ രണ്ടാമതായി നമ്മൾ പരസ്പരമുള്ള ശത്രുത പുറത്തേക്ക് വരാതിരിക്കാൻ രണ്ടാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ? നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ സംഭവിച്ചു പോയ പരാജയം എവിടെയാണ്? നമ്മൾ ആരെങ്കിലും 3 പേര് കൂടുമ്പോ നാലാമത്തവനെ പറ്റിയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ആ നന്നായിട്ട് വേവിക്കാതെ തന്നെ ഇറച്ചി അങ്ങ് തിന്നും. പക്ഷെ ഒന്നറിഞ്ഞോ, ഇവൻ കൃത്യമായി അതുപോലെ അവന്റെ അടുത്ത് പോയി കക്കി വെക്കും. അത് നമ്മൾ അറിയുന്നില്ല. ഞാനും എന്റെ സുഹൃത്തുക്കൾ 2 പേരും കൂടി നാലാമതൊരു സുഹൃത്തിനെ പറ്റി പറഞ്ഞു, അവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണെന്ന് പറഞ്ഞാൽ പറയരുത്. ഇത് രഹസ്യം പറയുന്നത്. ഈ രഹസ്യ സംഭാഷണം അരുത്. കാരണം ഇവൻ നാളെ അപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലും രീതിയിൽ തമാശക്കോ അല്ലെങ്കിൽ ബോധപൂർവമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ കാര്യം അവനോട് പറഞ്ഞാൽ പിന്നെ നീ അവന് ശത്രുവായി. ഇത് എന്റെ വാക്കല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തനാജയ്തും ഫലാ തതനാജൂ ബിൽ ഇസ്മി വൽ ഉദ്വാൻ വമഅസിയത്തിർ റസൂൽ. റസൂലുള്ളാഹിനോട് എതിരാകുന്ന കാര്യങ്ങളോ ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളോ പാപകരമായ കാര്യങ്ങളോ പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും രഹസ്യ ഭാഷണം അരുതേ. നിങ്ങളെ തഖ്വയും ഗുണകരമായ കാര്യങ്ങളെ രഹസ്യം പറയാവൂ. നമ്മൾ ഒരാളില്ലാത്തപ്പോ അയാളെ പറ്റി നല്ലത് പറഞ്ഞു കൊടുക്കണം. നല്ലത് പറഞ്ഞു കൊടുത്താൽ എന്താ ഗുണമെന്നറിയോ? ഇപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ ഷംനാദ്, ഞാൻ ഉദാഹരണം പറഞ്ഞ അങ്ങനെയാണല്ലോ, 2 പേര് തമ്മില് സംസാരിച്ചു, ഞാനില്ല. അപ്പൊ എന്നെ പറ്റി നല്ലതാണ് അവര് പറഞ്ഞതെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരാൾ എന്നെ കാണുമ്പോ മിനിങ്ങാന്ന് നിങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, എന്താ പറഞ്ഞത് നമ്മൾ ന്യായമായും ചോദിക്കും. അവൻ പറയും നിങ്ങളെ നല്ല കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ് ഇന്ന ആൾക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ കൽബില് അയാളോട് സ്നേഹം കൂടിയിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഞാൻ അയാളെ വിളിക്കും. ആ സന്തോഷമാണോ സുഖമാണോ? എത്ര രസകരമാണ് ആ സൗഹൃദം. നേരെ മറിച്ച് തമ്മില് കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഒരാളെ പറ്റി ഇന്ന ആളിനെ പറ്റി എന്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരാളെ പറ്റി എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. എന്താണെന്നറിയോ? ഞാൻ അതിലങ്ങ് ആണ്ട് പൂണ്ടങ്ങ് വീണ് എന്നോട് അത്രയും സ്നേഹമാണ് നിനക്ക് എന്നൊരു ചിന്തയൊന്നും എനിക്കുണ്ടാവൂല. കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവനെ പറ്റി ഇവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റി അവന്റെ അടുത്തും ഇവൻ പറയും. അതിലൊരു തർക്കമില്ല. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായാൽ മതി. എന്നാൽ ശത്രുതയുണ്ടാവാതെ ഇണങ്ങി കഴിയാൻ ഇതിനപ്പുറം വേറെ മരുന്നില്ല. ഖുർആന്റെ ഭാഷയാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് 3ാമത്തെ ശത്രുവിലേക്ക് കടക്കുകയാണ്. സഹോദരിമാർ, ഒരുപാട് സഹോദരിമാർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ 3ാമത്തെ ശത്രുവിനെ പരിചയപ്പെടുത്തട്ടെ. ദേഷ്യമോ വിഷമമോ ഒന്നും വേണ്ട. 3ാമത്തെ ശത്രു ഖുർആൻ പറഞ്ഞ 3ാമത്തെ അദ്വാരം അറിയോ? അത്തഗാബുന് 14ാമത്തെ സൂക്തത്തിലാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹ്ദറൂഹും. അല്ലാഹു പറയുകയാണ്, ഇത് കേൾക്കുമ്പോ നമ്മൾ പേടിക്കണം, ഇത് കേൾക്കുമ്പോ നമ്മൾ ഭയപ്പെടണം. അല്ലാഹു പറയുന്നു, വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും, നിങ്ങളുടെ ഭാര്യമാരില്, വഔലാദികും, നിങ്ങളുടെ സന്താനങ്ങളില്, അദുവ്വൻ ലകും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ഫഹ്ദറൂഹും, നിങ്ങൾ സൂക്ഷിക്കണം.
അവങ്ങൾ കുടുംബം കലക്കാൻ വന്നതാണ്, അത് പറയാൻ വന്നതാണെന്ന് ചിന്തിക്കേണ്ട. ഇത് ഖുർആന്റെ ഭാഷയാണ്. അവൻ പറയും, ഉസ്താദേ ആണുങ്ങൾ അപ്പൊ പറയണ്ട, ഭർത്താക്കന്മാരിൽ ശത്രുക്കൾ ഉണ്ടാവൂലേ? എന്റെ പൊന്ന സഹോദരങ്ങളെ, ഖുർആനിൽ ഒരിടത്ത് പോലും സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്ന സൗജത്ത് എന്ന പദം കാണാൻ കഴിയില്ല. എവിടെയൊക്കെ അല്ലാഹു തആല പറഞ്ഞു അവിടെയൊക്കെ സൗജ് സൗജെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആണിന് 2 കൊമ്പ്, അതൊന്നും ഖുർആനിലില്ല. ഖുർആൻ പറഞ്ഞതൊക്കെ സൗജ് 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 എന്നാണ്. അത് ആണിനെ പറ്റിയും സൗജ് എന്ന് പറഞ്ഞു, പെണ്ണിനെ പറ്റിയും സൗജ് എന്ന് പറഞ്ഞു. സൗജ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇണയെന്നേ അർത്ഥമുള്ളൂ. ഭാര്യ ഭർത്താവ് എന്ന് മലയാളത്തിൽ നമ്മൾ ഉണ്ടാക്കിയതാ. ഭരിക്കപ്പെടേണ്ടവളും ഭരിക്കുന്നവനും ഒന്നും, ഭരിക്കുന്നവനെന്നും ഭരിക്കപ്പെടുന്നവളെന്നും. ചില സ്ഥലങ്ങളിൽ ഭരിക്കുന്നവളും ഭരിക്കപ്പെടുന്നവനും അങ്ങനെ ആവാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അതാരും പുറത്തു പറയൊന്നുമില്ല, അതറിയാനും പറ്റില്ല നമുക്ക്. പക്ഷേ ഇണകളെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എങ്ങനെയെന്നറിയോ? എങ്ങനെ ഉണ്ടാവുക? എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഈ ആയത്തിറങ്ങാനുള്ള കാരണം പഠിച്ചാൽ മതി. മക്കയിൽ ഒരാള് മുസ്ലിമായി, അയാള് ഇസ്ലാം മത വിശ്വാസിയായി, അള്ളാഹുവിനെ ഏകനായി അംഗീകരിച്ചുകൊണ്ട്, റസൂലുള്ളാഹിയെ പ്രവാചകരായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായി. പക്ഷെ മദീനയിൽ പോയി റസൂലുള്ളാഹിനെ കാണണമെന്ന മോഹം വന്നു. പോകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഭാര്യാമക്കൾ വന്നിട്ട് പറഞ്ഞു ഭർത്താവിനോട്, ഉപ്പയോട്, പോകരുതേ പോകരുതേ, നിങ്ങൾ മദീനയിൽ പോകരുതേ, മുഹമ്മദിനെ കാണാൻ നിങ്ങൾ പോകരുതേ. ആ സമയത്തരാ മനുഷ്യന്റെ മനസ്സല്ലേ, മനസ്സങ്ങനെയാണല്ലോ. മനുഷ്യന്റെ മനസ്സിനെ പറ്റി കൽബെന്നാണല്ലോ പറയുന്നത്. മറിഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞും ഇരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന്റെ മനസ്സങ്ങ് മാറുകയാണ്. എന്നാ വേണ്ട, റസൂലുള്ളാഹിനെ കാണണമെന്ന തീരുമാനം വരുമ്പോ ആകാശലോകങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാന്റെ മലക്ക് ദൂതനെ കടന്നു വരികയാ. ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം വിയർക്കുമാറ് അവിടെ ഓതിക്കൊടുക്കുകയാണ്. ഇന്നമിന് അസ്വാജിക്കും വഔലാദിക്കും അദുവല്ലക്കും ഫഹദറൂഹു. ഓ വിശ്വസിച്ച മനുഷ്യ, നിങ്ങളുടെ ഇണകളിൽ സന്താനങ്ങളിൽ നിങ്ങൾക്ക് ശത്രുവുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസിന്റെ പ്രിയപ്പെട്ടവരറിയണേ, ലൈസ അദുവുകുല്ലദീന ഖതൽതഹു കാന ലക നൂറാ. അബൂ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്ന, ലൈസ അദുവുകുല്ലദീന ഖതൽതഹു കാന ലക നൂറാ. നീ രണാങ്കണത്തിൽ വെച്ച് ഒരുത്തനെ കൊന്നാൽ ആ കൊലകാരണം നിനക്ക് നാളെ പരലോകത്ത് പ്രകാശം കിട്ടും. വൈന ഖതലക ദഖൽതൽ ജന്ന. ഇനി അവൻ നിന്നെ കൊന്നാൽ അത് കാരണം നീ സ്വർഗ്ഗത്തിലാണ്. സഹോദരങ്ങളെ, ഫലസ്തീനി ബാലനായ പാവപ്പെട്ട ഒരു പൊന്നുമോന് ഏതോ ഒരു ഇസ്രായേലി ശ്വാന പട്ടാളക്കാരന്റെ നേരെ കല്ലെടുത്തെറിഞ്ഞു. ആ ശ്വാന പട്ടാളക്കാരൻ വീണ് ചത്തുപോയ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ഫലസ്തീനി ബാലന് അതുകൊണ്ട് നാളെ പരലോകത്ത് പ്രകാശമാണ്. ഇനി പൊതിച്ചോറെന്ന നിലയില്, അതല്ലെങ്കിൽ ഭക്ഷണ കിറ്റാനെന്ന വേജേന് ഒരു ബോംബിട്ടുകൊണ്ട് ഫലസ്തീനി ബാലനെ നശിപ്പിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു നാശമാ ഫലസ്തീനി ബാലനുണ്ടായാൽ അത് കാരണമായി ദഖലൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗം അവനെ ഉറപ്പാണെന്ന് പഠിപ്പിച്ച ശത്രുവുണ്ടല്ലോ. ആ ശത്രുവല്ല യഥാർത്ഥ ശത്രു. നമ്മുടെ ശത്രുവാരാണ്? നമ്മൾ കുറെ ലിസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആമുഖം പറഞ്ഞല്ലോ, ആ ശത്രുക്കളെ നമ്മൾ ഇങ്ങനെ മനസ്സിലോട്ട് കൊണ്ടുവരും. എന്നാ പഠിച്ചോ, നിങ്ങളിൽ ഏറ്റവും വലിയ ശത്രുവാരെന്നറിയോ? കുടവൂരുകാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിന്റെ ഏറ്റവും വലിയ ശത്രു അല്ലദീ ഖറജ മിനസ്സുൽബിക, നിന്റെ നട്ടലിൽ നിന്ന് പുറത്തു വന്ന നിന്റെ മോനാണ്. 9 മാസം കഴിഞ്ഞ് നിറവയറുമായിട്ട് ലേബർ റൂമിനകത്ത് പോയി. ലേബർ റൂമിനകത്ത് ചെന്നപ്പോ പ്രസവം രണ്ടാലൊരു രീതിയിൽ. ഒന്ന് സിസേറിയൻ അല്ലേ? ഒന്ന് സിസേറിയൻ, രണ്ടാമത്തേത് കൊടവൂരും പനവൂരും ഒക്കെ വേറെയാണ്. ഒന്ന് സിസേറിയൻ, രണ്ടാമത്തേത് പറയേ ഉറച്ചു പറ, സുഖപ്രസവം. സുഖപ്രസവം പെണ്ണുങ്ങൾ കേൾക്കണ്ട.
നല്ല സുഖമാണ് പ്രസവിക്കാൻ. എല്ലാരും പറയും എങ്ങനെ ഭാര്യ പ്രസവിച്ചു? അൽഹംദുലില്ലാ ഭാര്യ പ്രസവിച്ചു. എങ്ങനെ? സുഖപ്രസവം. എന്തൊരു സുഖമായിരുന്നെന്നറിയോ? മരണത്തിനെ മുഖാമുഖം കാണുക. ഒരു നിമിഷത്തെ ആ വേദന അവൾക്ക് മറക്കാനുള്ള ഒരു ഫളില്, അത് മറന്ന് പ്രസവിച്ച് കുഞ്ഞിനെ കയ്യിൽ കൊടുത്ത് തന്റെ മാതൃത്വം തെളിയിക്കപ്പെട്ട് തന്റെ സ്തനത്തിൽ നിന്ന് പാനം നടത്തി ആ കുഞ്ഞിനെ ഒന്ന് തലോടുമ്പോ ആ പെണ്ണിനുണ്ടാകുന്ന മാതൃത്വത്തിന്റെ ആ ഒരു തികവ്, ആ ഒരു മാഹാത്മ്യം, ആ പെണ്ണിങ്ങനെ അനുഭവിക്കുന്ന ഞാനൊരു ഉമ്മയായി എന്റെ സ്ത്രീത്വം തെളിയിക്കപ്പെട്ടു എന്ന ചിന്ത, അപ്പോഴാണ് കെട്ടിയോൻ കയറി വരുന്നത് 1 കിലോ കപ്പപ്പഴമായിട്ട്. എന്തെങ്കിലും ദേഷ്യം കാണിക്കോ? എന്തെങ്കിലും വെറുപ്പ് കാണിക്കോ? കണ്ടോയിക്ക നമ്മുടെ മോൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിപ്പിക്കും. ഒരു അരമണിക്കൂർ മുമ്പത്തെ ഒരു 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ വേദന നമ്മളങ്ങ് മറന്നു. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോ ഈ പെണ്ണ് പ്രസവിച്ചു, നൊന്തു പെറ്റു. എന്നിട്ട് എങ്ങും പോകില്ല. കുഞ്ഞിനെ നോക്കി നോക്കിയിരിക്കും. കാല് വളരുന്നോ, കൈ വളരുന്നോ, തലമുടി വളരുന്നോ, പുരികം വളരുന്നോ, നോക്കി നോക്കി ആറ്റുനോറ്റ് നിലത്തു വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. വളർത്തി വളർത്തി 18 വയസ്സായി. ശൈശവം പിന്നിട്ട്, ബാല്യം പിന്നിട്ട്, കൗമാരം പിന്നിട്ട്, യൗവനത്തിലേക്ക് എത്തി 18 വയസ്സായി. ഇതിനിടയിൽ കാണാമറയത്തുള്ള ഒരാളും കൂടിയുണ്ട്. കൺവെട്ടത്തുള്ള ഉമ്മ ഇതൊക്കെ ചെയ്യുമ്പോഴും കാണാമറയത്ത് കഷ്ടപ്പെട്ട് എല്ല് മുറുകെ പണിയെടുത്ത് ചോര നീരാക്കി കൊണ്ടുവന്ന് ഈ ചെറിയ കിളികൾ അതിന്റെ വിറകുകൾ കൊണ്ടുവന്ന് കൂട് നിർമ്മിക്കാൻ ശേഖരിക്കുന്നത് പോലെ ഒരുമിച്ച് കൂട്ടി അവിടെയിട്ട് ഇവിടെയിട്ട്, അവിടെ നിന്നും പറ്റിപ്പ് കിട്ടി, ഇവിടെ നിന്നും തേപ്പ് കിട്ടി, അവസാനം ഉള്ളതൊക്കെ കൊണ്ടുവന്നു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി 15ഓ 20ഓ പവൻ സ്വർണം ഉണ്ടാക്കി. എന്റെ മോക്ക് 18 വയസ്സ് കഴിഞ്ഞു. ഇപ്പോ ആ മകളെ, നല്ല ഒരു മരുമകനെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ സ്നേഹിക്കുന്ന ഒരുത്തനെ കണ്ടെത്തണം. അങ്ങനെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ദുആയോടെ, പ്രാർത്ഥനയോടെ കാത്തിരുന്ന് നേരം വെളുത്ത് നോക്കുമ്പോ 20 പവനും ഇല്ല, പൊന്നാര മോളും ഇല്ല. പിന്നെയാണ് അറിയുന്നത് ഒരുത്തനോടൊപ്പം സ്ഥലം വിട്ടിരിക്കുന്നു. ഉമ്മയും വാപ്പയും പറഞ്ഞു അവൾക്ക് ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു, പക്ഷെ നമ്മളെ വിട്ട് പോകാൻ അവൾക്ക് പറ്റൂല. അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് ആ സമയത്ത് പൊറുക്കാം, വാപ്പ എല്ലാം പൊറുക്കാം, നീ വാ എന്ന് പറയുമ്പോ ഏതുമ്മ നിങ്ങളിൽ നിന്ന് മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും അല്ലാതെ എന്തെങ്കിലും ഞാൻ നേരിട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് ഈ അണ്ണം മതി, എന്നെ പൊന്നുപോലെ നോക്കും. ഏത് കരിവണ്ട് കണക്ക് നിൽക്കേണ്ട ഒരുത്തൻ. സുന്ദരിയായ പെണ്ണ് കരിവണ്ടിന്റോടൊപ്പം ഒളിച്ചോടി നല്ലൊരു മാപ്പിളയെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള വാപ്പയുടെ ഉമ്മയുടെ സകല സങ്കല്പങ്ങളെയും തെറ്റിച്ച് ഏതോ പോകുമ്പോ ഒരു നല്ല കാണാനൊരു മൊഞ്ചുള്ളവരോടെ പോണ്ടേ, ഇതിനു വേണ്ടി ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിരിക്കുക. ഞാൻ കുറ്റം പറയല്ല. ഒരു കോടതിയിൽ പറയുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോളെ തീരുമാനിക്കട്ടെ, മോൾക്ക് വിട്ടിരിക്കുകയാണ്. ഈ പറയുന്നവൻ എത്ര ആവേശത്തോടെ പറയാൻ, മോളെ തീരുമാനിക്കട്ടെ. ഈ പറയുന്നവന്റെ വീട്ടിൽ നിന്ന് സ്വന്തം മോൾ ഒളിച്ചോടി പോകുമ്പോഴേ അതിന്റെ നീറ്റൽ ഉണ്ടാവുള്ളൂ, അപ്പോഴേ അതിന്റെ നീറ്റൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പെണ്ണ് ഒളിച്ചോടി പോയി. പാപ്പയും ഉമ്മയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരുത്തനോടൊപ്പം പോയി. പോട്ടെ, നമ്മൾ ചിന്തിക്കും പോട്ടെ, മരിച്ചു എന്റെ മോള്. 1 കൊല്ലം കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട മകൾക്ക് സർവ്വതും നഷ്ടപ്പെട്ടു. ചരച്ചരയ്ക്കപ്പെട്ട വൈക്കോൽ ചണ്ടി പോലെ ആ പാവപ്പെട്ട പെൺകുട്ടി അവിടെ പീഡനങ്ങൾ ഏൽക്കാൻ തുടങ്ങി. അവസാനം വീട്ടിലേക്ക് വിളിച്ചു. പതിഞ്ഞ സ്വരത്തിൽ വാപ്പ ഫോൺ എടുത്തപ്പോൾ, ഉമ്മ ഫോൺ എടുത്തപ്പോൾ ഉമ്മയോട് മോള് പറഞ്ഞു, ഉമ്മ ഞാൻ വന്നോട്ടെ. ഒരൊറ്റ ഫോൺ വെപ്പാൻ എന്താ പറഞ്ഞിട്ട്, ഇങ്ങനൊരു മോളില്ല, മരിച്ചു. എന്നാലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ മോളെ കളയാൻ പറ്റില്ല, വിളിച്ചോണ്ട് വരും. അങ്ങനെ വിളിച്ചുകൊണ്ട് നിർത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകൾക്ക് അവൻ കൊടുത്ത സമ്മാനമായി കിട്ടിയ കുട്ടിയുമായിട്ട് കയറി വരുന്ന മകള് ഇവിടെ എങ്ങനെയൊക്കെയോ കുടിച്ച് തിന്ന് ജീവിച്ചു. ഈ വാപ്പ പറയുന്നു പോട്ടെ, എന്ത് ചെയ്യാൻ, അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഇവിടെയോ എനിക്ക് നാണക്കേടായി. ആ വാപ്പാക്ക് പിന്നെ പള്ളിയിൽ പോകാൻ വയ്യ, ആളുകളൊക്കെ നോക്കുന്നത് പിന്നെ അങ്ങേരെയാ.
മോൾക്ക് ഉമ്മാക്ക് മറ്റു സ്ഥലങ്ങളിൽ മരിപ്പിനോ കല്യാണത്തിനോ പോകാൻ പറ്റുന്നില്ല. അവിടെ ഒക്കെയും പോയാൽ എല്ലാവരും നോക്കുന്നത് ഈ പാവപ്പെട്ട ഉമ്മയെയാണ്. ഇളയ കുട്ടിക്ക് പിന്നെ ആലോചനകളൊന്നും വരുന്നില്ല. എല്ലാം മൂട്ട പെൺകുട്ടിയുടെ ഒളിച്ചോട്ടത്തെ പറ്റിയിട്ട് മാത്രമേ പറയാനുള്ളൂ. കുടുംബം നശിച്ചു. എല്ലാ രീതിയിലും അവര് വല്ലാത്ത സങ്കടത്തിലായി. അപ്പോഴും ബാപ്പയും ഉമ്മയും പറയുന്നത് പോട്ടെ, എന്ത് ചെയ്യാൻ, നാളെ പരലോകത്തെങ്കിലും നമുക്ക് രക്ഷപ്പെടാമല്ലോ. ചിന്തയുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ? സിറാത്ത് പാലത്തിന്റെ മുമ്പിലെത്തുമ്പോ ഈ ഒളിച്ചോടിയ പെണ്ണ് വന്നിട്ട് റബ്ബിനോട് പറയുന്ന പദം എന്താണെന്നറിയോ? റബ്ബനാ വാതിഹിം ലൈഫൈനി മിനൽ അദാബ്, എന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഡബിൾ ശിക്ഷ കൊടു തമ്പുരാനേ. അവിടെയും നമുക്ക് നന്നായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ആ നിലയിൽ ഇഹത്തിലും പരത്തിലും നമ്മുടെ ശത്രുവായി മാറിയ മോള് ഖുർആൻ പറഞ്ഞതിൽ വല്ലതും തെറ്റുണ്ടോ? തെറ്റുണ്ടോ? തെറ്റില്ല. സഹോദരി, മീൻ വാങ്ങിയതിന്റെ ബാലൻസ് പൈസ, പാല് വാങ്ങിയതിന്റെ ബാക്കി, ഫീസ് അടച്ചതിന്റെ ബാക്കി, ഗ്യാസ് എടുത്തതിന്റെ ബാക്കി, ഇതെല്ലാം സ്വരൂപിച്ച് കലത്തിൽ ഭർത്താവ് നോക്കാത്തടുത്തിടണമല്ലോ. ഭർത്താവ് നോക്കാത്തടുത്തിടണമെങ്കിൽ ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. അരിക്കലത്തിലൊക്കെ പെണ്ണ് എല്ലാവർക്കും അറിയാം, പുരുഷന്മാർ ഓടി അരിക്കല ആദ്യം തപ്പുന്നേ. ഭർത്താവ് കാണാത്തടുത്ത് നിങ്ങൾക്ക് പൈസ വെക്കണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. കുടുംബ ക്ലാസ് ആയിരുന്നെങ്കിൽ അത് പയറ്റിയേനെ. പക്ഷെ ഇപ്പൊ പറയുമ്പോ എന്തായാലും ഭർത്താക്കന്മാര് കേൾക്കുന്ന ആൾ അവിടെ ആയിരിക്കും ആദ്യം തപ്പുക. ഭർത്താക്കന്മാര് കാണാത്തടുത്ത് പൈസ വെക്കണമെങ്കിൽ ഖുർആനകത്ത് വെച്ചാൽ മതി. ഈ കാക്ക ജീവിതത്തിൽ തൊടാത്തൊരു സാധനമാണ്. അവിടെ ഭദ്രമായി ഇരുന്നോളും. ഈ പൈസ എവിടെയോ നീ സൂക്ഷിച്ചു വെച്ചു. ആ പൈസ ആരും കാണാതെ നീ പൂഴ്ത്തി വെച്ചു. എന്തിനാന്നറിയോ? ഒന്നിനുമല്ല. റബീഉൽ അവ്വൽ വരുമ്പോ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കണം. റമളാൻ വരുമ്പോ ഒരു ദിവസത്തെ നോമ്പ് തുറക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇയാളാണെങ്കിൽ ഒന്നും കൊടുക്കില്ല. അങ്ങനെ ഒരു ദിവസം ബാലൻസ് വന്ന പൈസ വെക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം എടുക്കുമ്പോ അതിനകത്ത് പൈസ കാണാനില്ല. ഇതെന്ത് ചെയ്തു? ഇതാര് മോഷ്ടിച്ചു? നോക്കുമ്പോണ്ട് 4 കാലിൽ വരുന്നുണ്ട് കെട്ടിയോൻ. അയാൾ എടുത്തോണ്ട് പോയി നന്നായിട്ട് കുടിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഭർത്താവ് നിങ്ങളുടെ ശത്രുവല്ലാന്ന്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹദറൂഹും. നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്. എല്ലാ മക്കളും അല്ല. ലൈഫായ ഹദീസാണെങ്കിലും ഞാനൊന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ജർവ കൽബിനെ വളർത്തലാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ പട്ടിക്കുട്ടിയെ വളർത്തലാണ്. ഈ സ്റ്റേജിനടിയിൽ വന്ന പട്ടിയെ പോലെ നമ്മൾ ഓട്ടിച്ചില്ലേ? അള്ളാന്റെ ഹബീബ് പറയുന്നു, അവസാന കാലത്ത് സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ജർവ കൽബ്. ജർവ കൽബ് എന്ന് പറഞ്ഞ പട്ടിക്കുട്ടി, അതിനെ വളർത്തലാ നല്ലത്. അത് വാലെങ്കിലും ആട്ടി കാണിക്കും. ഇത് നമ്മുടെ വാലും തലയും മുറിച്ചോണ്ട് പോകാനേ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ശത്രുവാകുന്നതെന്നറിയോ? അതും കൂടെ കേട്ടോളി. ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ശത്രുവാകുന്നത് എങ്ങനെയാണ്? എന്റെ സമുദായത്തിൽ ഒരു കാലം വരാനുണ്ട്. ആ കാലം വന്നാൽ അവന്റെ നാശം അവന്റെ ഭാര്യ മക്കളുടെ കൈകൊണ്ടാണ്. സഹാബത്ത് അത്ഭുതത്തോടെ സംബീതരായി, പരിഭ്രമചിത്തരായി, വിശാലരായി, വിഷണ്ണരായി, ഭയവിഹുലരായി അള്ളാന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ കൈകൊണ്ട്, മക്കളുടെ കൈകൊണ്ട് ഒരാൾ നശിക്കുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? ജീവിത പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിക്കുന്നത് പെണ്ണാണ്. രാത്രി കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നപ്പോ പെണ്ണ് ഭർത്താവിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എനിക്കും ആഗ്രഹങ്ങളില്ലേ? എന്റെ കൂട്ടുകാരികൾക്കൊക്കെ നല്ല വീടായി, അതുകൊണ്ട് എനിക്കും ഒരാഗ്രഹമില്ലേ നല്ലൊരു വീട്ടിൽ കിടക്കാൻ? എന്നും ഈ വീട്ടിൽ തന്നെ കിടന്നാലോ? അയാള് ചോദിക്കുന്നു, പെണ്ണെ ഞാൻ എന്ത് ചെയ്യാനാ? 300 400 രൂപ ദിവസം കിട്ടുന്നു, എങ്ങനെ വീടുണ്ടാക്കാനാ? അവസാനം ഭാര്യ പൊന്നെ ചക്കരേന്നൊക്കെ വിളിച്ചിട്ട് ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാ, നിങ്ങളൊരു കാര്യം ചെയ്യും, ലോൺ എടുക്കുമോ? അങ്ങനെ ബാങ്കിൽ ചെന്ന് ലോൺ എടുത്തു. അയാളോട് പറഞ്ഞു, അയാൾ
അയാൾ ചോദിച്ചു, ലോൺ എടുത്താൽ പിന്നെ എങ്ങനാ മോളെ അടയ്ക്കുക? അതിന് നിങ്ങൾ ഗൾഫിൽ പോകണം. ഒരാണെന്നും പറഞ്ഞിട്ട് നടക്കുകയാണല്ലോ. നിങ്ങളൊരാണാണോ? 3 മക്കളെ വാപ്പയോട് പെണ്ണ് ചോദിക്കുന്നു, ആണാണോ? അതെ, അങ്ങനെ ആ പാവപ്പെട്ടവൻ അതിൽ വീണു. തലേണ മന്ദിരത്തിൽ വീണിട്ട് ലോൺ എടുത്തു വീട് വെച്ചു. ആ 10 ലക്ഷം ലോൺ എടുത്തിട്ട് വീട് വെച്ചു. രണ്ട് ഡോർ ഇട്ടു, ഫ്രണ്ടിലും ബാക്കിലും 2 ഡോർ ഇട്ടു. ഒന്ന് കോൺക്രീറ്റ് ചെയ്തു. എന്നിട്ട് അകത്ത് താമസം ആരംഭിച്ചു. ഈ ലോൺ പിറ്റേ മാസം മൂലം അടയ്ക്കണമല്ലോ. അതിന് പാവപ്പെട്ടവന് വിദേശത്ത് പോവുകയാ. 10 വർഷം 10 ലക്ഷം രൂപയുടെ ലോൺ അടയ്ക്കാൻ 10 വർഷം ഗൾഫിൽ നിന്നു. സുബ്ഹാനല്ലാഹ്. അടച്ചിരുന്നപ്പോ മുതൽ അങ്ങനെയുണ്ട്, പലിശ മാത്രമേ അടഞ്ഞിട്ടുള്ളൂ. അവസാനം അവിടെ നിന്ന് കയറി വന്നു ഷുഗർ, അവിടെ നിന്ന് കയറി വന്നു പ്രഷറായി. എല്ലാ രോഗങ്ങളും ആ ശരീരത്തെ കാർന്ന് തിന്നാൻ തുടങ്ങി. അവസാനം ഭർത്താവ് വന്നിട്ട് ആ സ്ഥലവും വീടും അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. വാടക വീട്ടിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വാടക കൊടുത്തു മുടിഞ്ഞ് ഒരു ഭാഗത്ത് പോകുമ്പോൾ പലിശക്കാര് വിടുന്നില്ല, ഒരു ഭാഗത്ത് ഭാര്യയുടെ കുറ്റപ്പെടുത്തല്, ഒരു ഭാഗത്ത് നാണക്കേട്. ഇതെല്ലാം അനുഭവിച്ചിട്ട് മാനസിക വ്യഥയോടെ ഒരു ദിവസം തന്റെ പറമ്പില് അല്ലെങ്കിൽ ഏതോ ഒരു മരത്തിന്റെ ചില്ലയിലെ കയറ് കഴുത്തിൽ കുരുക്കിയിട്ട് ആത്മഹത്യ ചെയ്തു. ചോദിക്കട്ടെ ചെറുപ്പക്കാര്, ഈ പാവപ്പെട്ട സഹോദരൻ മരിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പെണ്ണിന്റെ ദുരാഗ്രഹമല്ലേ? പ്രാരാബ്ദങ്ങളെ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിക്കുന്ന പെണ്ണ്, അതും നീ നിന്റെ ഭർത്താവിന്റെ ശത്രുവാ. ഇത് നമുക്ക് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബിനോട് അല്ല പറഞ്ഞു, നബിയെ വിളിക്ക് ഭാര്യമാരെ, മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسودا صفية ميمونة ورملا هند وزينب كذا جويريا للمؤمنين أمهات مرليا. ഭാര്യമാരെ മുഴുവനും വിളിച്ചു. എന്നിട്ട് നബിയെ, ചോരയ്ക്ക് പട്ടിണിയാകും നിങ്ങൾക്ക് ഉണ്ടാവുക, സഹിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പൊയ്ക്കോ, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിടാം. ആയിഷ ബീവിയുടെ അടുത്തെത്തിയപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ നീ അഭിപ്രായം പറയണ്ട. എന്നോടുള്ള സ്നേഹം കൊണ്ട്, നിന്റെ പ്രായത്തിന്റെ ചാപല്യം കൊണ്ട് നീ അതേ നങ്ങ് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിന്റെ അഭിപ്രായം വാപ്പ അബൂബക്കർ പറയട്ടെ, ഉമ്മ റൂമാം പറയട്ടെ. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ എല്ലാ ഭാര്യമാരും ഏകസ്വരത്തിൽ പറഞ്ഞു. അബൂബക്കർ തങ്ങളും പറഞ്ഞു, നബിയേ, സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്താരയാണ് വൈവാഹികം. സന്തോഷം വന്നാലും ഒരുമിച്ച്, ദുഃഖം വന്നാലും ഒരുമിച്ച് ഞങ്ങൾ സഹിച്ചു നിന്നോളാം. ഒരു പെണ്ണിനെ കൊണ്ട് പറ്റൂല, ഒരു സ്ത്രീയെ കൊണ്ട് പറ്റില്ല നിൽക്കാൻ. ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറുമ്പോ പറിച്ചു നടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വന്തം വീട്ടിലെ പെണ്ണിനോട് പറയുന്നത് എന്താ? സ്നേഹം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുമ്പോ ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റില്ലെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയേ, സ്വന്തം വീട്ടിൽ വെച്ച പെണ്ണുങ്ങളോട് പറയുന്നത് എന്താ? പെൺമക്കളോട്, നീ ഇവിടെ വളരേണ്ടതല്ല, നീ വേറെ ഏതോ വീട്ടിൽ വളരേണ്ടതാണ്. ശരിയല്ലേ? 18 വയസ്സാകുമ്പോ കെട്ടിച്ച് നീ വേറെ വിടൂലേ? നീ വേറെ ഒരുത്തിക്ക് കലവും ചട്ടിയും കഴിവാനുള്ളവളാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് പറയും. ഇനി കെട്ടി അവിടെ കൊണ്ടുപോയാൽ അവിടെ പറയുന്നതോ, നീ ഇവിടത്തെവളല്ല, നീ വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. അവ ദുനിയാവില് ഒരു സ്ഥലത്തും നിൽക്കാൻ കഴിയാത്തൊരു സമൂഹമാണ് സ്ത്രീ സമൂഹം. പക്ഷെ അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് ഭാര്യമാരോട് ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ അഭിപ്രായം? നിക്കണോ പോകണോ? ഞങ്ങൾ നിന്നോളാം, നിക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ച്, ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ വന്ന് അവസാനം ഓരോ മനുഷ്യനും പലിശയ്ക്ക് പണമെടുപ്പിക്കുന്നു. നിങ്ങൾക്കറിയൂലേ, വനാന്തരത്തിലൂടെ, ഘോരവനത്തിലൂടെ സപ്തർഷിമാര് സഞ്ചിയും തോളത്ത് തൂക്കി വരികയാണ്. സഞ്ചിയും തോളത്ത് തൂക്കി സപ്തർഷിമാര് വരുമ്പോ വനവേടം മുന്നിൽ വന്ന് പിടികൂടി. വനവേടം വന്നിട്ട് സഞ്ചി പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് സപ്തർഷിമാര് ചോദിച്ചു, അത്ര
വനവേട എന്തിനാ പിടിച്ചു പറിക്കുന്നത്? എന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാ. വനവേടനോട് സപ്തർഷിമാര് ചോദിച്ചു, വനവേട നീ പിടിച്ചു പറിക്കുന്നത് യമലോകത്ത് ശിക്ഷിക്കപ്പെടും. അന്ന് ശിക്ഷ നീ ഒറ്റയ്ക്ക് വാങ്ങുവോ അതെ നിന്റെ ഭാര്യ കൂടി പങ്കാവോ? നിന്റെ ഭാര്യ കൂടി ശിക്ഷ പങ്കാവോ അതെ നീ ഒറ്റയ്ക്ക് സഹിക്കുവോ? സപ്തർഷിമാരോട് വനവേടൻ പറഞ്ഞു, എനിക്കറിയില്ല, ചോദിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. വനവേടൻ ഓടി വന്നു ഭാര്യയോട് ചോദിച്ചു, അല്ല നീ പിടിച്ചു പറിക്കപ്പെട്ട് ഞാൻ പിടിച്ചു പറിച്ചു കൊണ്ടുതരുന്ന സാധനം നീ തിന്നുന്നു, നാളെ യമലോകത്ത് ശിക്ഷ വാങ്ങുമ്പോ എന്നോടൊപ്പം നീ കൂടെ ശിക്ഷ പകുത്തെടുക്കുമെന്ന് ചോദിച്ചു. ഭാര്യ വനവേടനോട് പറഞ്ഞു, പിടിച്ചു പറിച്ചുകൊണ്ട് തരേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, ശിക്ഷ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇടിയൊക്കെ നിങ്ങൾ തന്നെ വാങ്ങണം, ഞാൻ വാങ്ങൂല. വനവേടൻ ഓടി സപ്തർഷിമാരുടെ മുമ്പിൽ വന്നു. ഒരു ചുവട് മുന്നോട്ട് വെക്കാതെ സപ്തർഷിമാര് വനവേടനെ കാത്തുനിന്നു. വനവേടൻ വന്നിട്ട് പറഞ്ഞു സപ്തർഷിമാരോട്, മഹർഷിമാരെ, ഒരിക്കലും എന്റെ ഭാര്യ എന്റെ ശിക്ഷ പകുത്തെടുക്കൂല. ആ സമയത്ത് സപ്തർഷിമാര് ചോദിച്ചു, ഇനി പറ, നിനക്ക് മോഷ്ടിക്കണോ പിടിച്ചു പറിക്കണോ? വേണ്ട, ഞാൻ നിർത്തി. ഇനി എന്താ നിന്റെ പരിപാടി? എനിക്ക് ധ്യാന നിമഗ്നനാകണം. ആരുടെയും കണ്ണിൽ പെടാത്ത ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് സപ്തർഷിമാരുടെ ഇടപെടലിലൂടെ പിടിച്ചു പറിക്കാമെന്ന വനവേടൻ ധ്യാനം കൊണ്ടു. ആ ധ്യാനത്തിലിരുന്ന് 4 ഭാഗത്ത് ചിതൽ പുറ്റു വന്നു. 4 ഭാഗത്ത് ഉറുമ്പ് കൂട് വെച്ചു, വലിയ കൂട് കെട്ടി. ആ വനവേടൻ ആരെന്നറിയോ? വനവേടനാണ് പ്രിയപ്പെട്ടവരെ മാനുഷാദ അരുള് കാട്ടാള എന്ന് പറഞ്ഞ വാൽമീകി മഹർഷി. വാൽമീകി എന്ന് പറഞ്ഞാൽ തന്നെ ഉറുമ്പിന്റെ പുറ്റെന്നാണ്. ഉറുമ്പിന്റെ പുറ്റിനിടയിൽ, ചിതൽ പുറ്റിനിടയിൽ എന്തുകൊണ്ട് ധ്യാന നിമഗ്നനായിരിക്കുന്ന ആ വനവേടൻ എന്തുകൊണ്ട് ഇങ്ങനെയായി? ഒരു കാര്യം നമ്മൾ അറിയണം, ശിക്ഷകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വഹിക്കണം. ഭാര്യാമക്കള് അവരെ നമ്മളെ പലതും പ്രലോഭിപ്പിക്കും. അത് കൂടെ നിൽക്കുന്ന ഭാര്യമാരുമുണ്ട്, അഷ്റഫുൽ ഖൽക്കിന്റെ മഹതിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ നിൽക്കാൻ കഴിയണം. ഒരിക്കലും കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാകരുത്. അത് തെറ്റുകൾ ചെയ്യിപ്പിക്കുമ്പോഴാണ്. എപ്പോഴും നമ്മൾ അറിയണം, എങ്ങനെയാണ് വേടൻ വന്നിട്ട് വല വിരിക്കുന്നത്? വിശപ്പ് കൊണ്ടാണ്. വേടൻ വല വിരിച്ചത് എന്തിനാണ്? വിശപ്പ് കൊണ്ട്. ഈ വേട്ട മൃഗം വലയിൽ കുടുങ്ങിയത് എന്തിന്റെ പേരിലാണ്? മനസ്സിലായില്ല. ചൂണ്ടയും ഇട്ടുകൊണ്ട് പാലത്തിന്റെ മുകളിൽ ചൂണ്ട ഇട്ടുകൊണ്ടെടുത്ത് നിൽക്കുന്നു. അവന് വിശപ്പ് കൊണ്ടാണ് ചൂണ്ടയിടുന്നത്. ആ മീൻ കിട്ടിയിട്ട് വേണം പൊരിച്ച് തിന്നാൻ, വിശപ്പടക്കാൻ.